ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും വന്ന പെട്ടി പൊട്ടിക്കലാണ്. പക്ഷെ പൊട്ടിച്ചു, പെട്ടെന്ന് തന്നെ ഇൻട്രോ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് ഞാൻ വീട്ടിലൊന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ പറഞ്ഞു വീഡിയോ എടുക്ക്. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് വേറെ ഒന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ജസ്റ്റ് 2-3 സാധനങ്ങൾ പുറത്തെടുത്തിട്ടുള്ളൂ, വേറെ സാധനങ്ങളൊന്നും പുറത്തെടുത്തില്ല. ഞാൻ എൻ്റെ ഒരു ബാഗ് സർപ്രൈസ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും എന്നാലും വെറുതെ തുറന്ന് നോക്കണമെന്നില്ലായിരിക്കും, ഒന്നും തന്നെ ഇല്ല വിചാരിച്ചതുപോലെ. പിന്നെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, പിന്നെ ചീർപ്പ്, പാൻ ചീർപ്പ്. പാനൊന്നും ഉണ്ടാവുന്നല്ല, ജസ്റ്റ് പാൻ ചീർപ്പ് ഇല്ലാതൊക്കെ എന്ത് ജീവിതം അല്ല. പിന്നെന്താ ഇതൊക്കെ തുറക്കാം. ഇത് ഡ്രസ്സ്, ഇതൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ. ഒക്കെ റാപ്പ് ചെയ്തിട്ട് മീൻസ് ഇത് DTDC കൊറിയറാണ്. DTDCയിൽ നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി ഉള്ളത് കാരണം തന്നെ എളുപ്പമാണ്. വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ വീട്ടിൽ നിന്ന് വന്നെടുക്കും, ഇവിടെ എനിക്ക് എൻ്റെ കൈ കൊണ്ടു വരും. സോ സിമ്പിൾ. ഓക്കെ, അടുത്തത് ഇതൊക്കെ എഴുതി ഒട്ടിച്ചത്. ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ പണിയാവാനാണ് ചാൻസ്. നിയമൊക്കെ എഴുതി ഒട്ടിച്ചത് ആണ് ചമ്മന്തിപ്പൊടി, കൂവപ്പൊടി, വീണ്ടും ഒരു വെളിച്ചെണ്ണ കുപ്പി, എന്താ കോക്കനട്ട്. ഇത് കോക്കനട്ടുകളുണ്ട് കേട്ടോ. ഇത് പിക്കിളുണ്ട്. കോക്കനട്ടിൻ്റെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കോക്കനട്ട് മേടിച്ച് പൊട്ടിച്ച് ചരയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് അമ്മേനോട് ഞാൻ വറുത്ത് അരച്ച് കൊടുത്തേക്കാൻ പറഞ്ഞതാണ്. മീൻസ് ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് ഫ്രീസായിട്ട് ഇരുന്നോളും. കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഓട്സാ. യെസ്, ഇതെന്താ വെച്ചാൽ എനിക്ക് ഈ പാത്രം അമ്മ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ട എന്ന് വിളിച്ചു. അപ്പം ഈ പാത്രം ഇടപ്പിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വന്നത് കൊടുത്തേക്കാം. മൊബൈല് എൻ്റെ അമ്മയുടെ പഴയ ഫോൺ ഉണ്ടായിരുന്നു, ഞാനത് കൊടുത്തയക്കാൻ പറഞ്ഞിരുന്നു. മീൻസ് ഇവിടുത്തെ കമ്പനി ആവശ്യത്തിന് എൻ്റെ ഫോണിലെ ചാർജ് ചെയ്ത് ഞാൻ പണ്ടാറടങ്ങി പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഐഫോൺ ആയിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഞാൻ നമ്മുടെ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ വീട്ടിൽ നിന്ന് വെച്ചിട്ട് പറ്റും. അതാണിത്. പിന്നീട് നാരങ്ങ അച്ചാർ, നാരങ്ങ പിക്കിൾ. ഇതെന്താ? ഇത് ക്രാബൊക്കെ ആണല്ലോ. ഇതെൻ്റെ ഡ്രസ്സ് ജിമ്മിലേക്ക് ഇടാൻ പറ്റുന്ന സാധനങ്ങളാണ്. മീൻസ് ക്രാബും ഉണ്ട്, പിന്നെ ജിമ്മിലിടാൻ സോക്സും കാര്യങ്ങൾ. ഇത് ജസ്റ്റ് പേപ്പർ തിരിച്ചു വെച്ചത്. കണ്ണടയുടെ കൂടെ പൊട്ടി ഗൈസ്. മൈസ് ബാഗ്സ് കേട്ടാ, കൂടെ പൊട്ടി, കണ്ണട പൊട്ടിയിട്ടില്ലല്ലോ. ദിസ് ഈസ് കാൻഡി. ഈ കാൻഡിൽ എൻ്റെ സിസ്റ്റർ പറയാം, ആദ്യത്തെ എക്സ്പീരിയൻസ് എൻ്റെ സിസ്റ്ററിൻ്റെയാണ്. സിസ്റ്റർ ഉണ്ടാക്കിയതാട്ടോ വീട്ടിൽ. അവൾക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, കാൻഡിൽസിൻ്റെ AKM കാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും നമുക്ക് വേണ്ടി ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കയറി നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡിസൈൻസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കുക. നല്ല ഓർഡർ ചെയ്യാം. ഓർഡർ കറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ നമുക്ക് മീൻസ് പാരഫിൻ ഫ്രീ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. കസ്റ്റമൈസേഷൻ ഉണ്ട്. കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കി തരും. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇത് ഗോതമ്പ് പൊടി. നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗോതമ്പിൻ്റെ പൊടിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഗോതമ്പിൻ്റെ പൊടി അങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞു. ഇത്രയും തോന്നെ അയച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു അതിൻ്റെ പകുതി മുക്കാലും. പിന്നെ ഇതും കാൻഡിൽ തന്നെയാണ്. കാൻഡിൽ
കാൻഡിലിൻ്റെ അറ്റം മൂലൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ വരും. കണ്ടോ? പിന്നെ ഒരു ലിപ്സ്റ്റിക്, തവലൊക്കെ, ഇതൊക്കെ സൈഡിൽ തിരികെ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇതൊരു ട്രേ ഫ്രീ കിട്ടിയതാ, ഫ്രീ കിട്ടിയ അങ്ങനെയല്ല. ഇത് ഈ ഡ്രസ്സ് കാണിച്ചത്. ഞാൻ ഒരു സാധനം കൊടുത്തെങ്കിൽ പറയുന്നത് പക്ഷെ കാണുന്നില്ല, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. എവിടെ കൊണ്ട് വെച്ചു? പെട്ടി കാലിയാ, പെട്ടി കാലി. നാട്ടിൽ നിന്ന് വന്ന പെട്ടി. ഇല്ലാത്തോണ്ടെങ്കിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ല, നെക്സ്റ്റ് കുറേ എന്തെങ്കിലും ഞാൻ അയച്ചു തരാൻ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും അതെന്താ അയച്ചു തരാൻ ഞാൻ. അപ്പം ഇതൊക്കെയാണ് അമ്മേ. ദേക്കോ ഗൈസ്, നാട്ടിൽ നിന്ന് വന്ന പെട്ടി തുറന്നാലുള്ള അവസ്ഥ. ഇനി ഇത് മൊത്തം ഞാൻ മടക്കി കുത്തി എടുത്ത് വെക്കണം. പിന്നെ തിന്ന് എന്തൊക്കെ തിന്നാൻ പറ്റുമെന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം, എന്നിട്ട് അത് കഴിക്കണം. സോ ദിസ് ഈസ് എ സ്മോൾ വീഡിയോ ഫ്രം നാട്ടിൽ നിന്ന് വന്ന പെട്ടി ഓപ്പൺ അൺബോക്സിങ്. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ആ ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞതിലുള്ള ബെൽറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ സൂൺ. ബൈ. ഹലോ ഗൈസ്, നമ്മൾ വിചാരിച്ചതുപോലെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. സർപ്രൈസ്, ഇത് കുറച്ച് പൊന്തി പോയോ? നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എനിവേ അമ്മേ, ഞാൻ പറഞ്ഞു തരാം. ഇതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇതൊക്കെ ഒന്ന് പറയണ്ടേ ഇങ്ങനൊരു സാധനം ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ടെന്ന്. എന്താണ് നോക്കട്ടെ. ഇവിടൊക്കെ ഞാൻ തുടച്ചെന്ന് വൃത്തിയാക്കണ്ടായിരുന്നു. അതുകൊണ്ട് പുളി കറി ഉണ്ടാക്കുമ്പോൾ പുളി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മ തന്നതേ. ഭഗവാനെ, ഗോതമ്പ് പൊടിയിൽ കൈയിട്ട് വരുന്ന അവസ്ഥയിൽ എനിക്ക് ഇനിയുണ്ടെന്തോ. ഇതേക്കോ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും പൊക്കി എടുക്കേണ്ട അവസ്ഥയാണ്. വൻ ടാസ്കായി പോയി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെന്താ ബിഗ് ബോസോ? അല്ല, ബിഗ് ബോസിൻ്റെ ടാസ്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് എനിക്കറിയില്ല. This is also from my sister. ഇതും കാൻഡിലാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലേ, കപ്പിൾസിനൊക്കെ പറ്റി നല്ല കാൻഡിൽസ് ഉണ്ട്. വാവ്, അടിപൊളി. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലുണ്ടെങ്കിൽ അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൂപ്പർ ആയിരിക്കും. എന്തായാലും ഞാൻ അത് കത്തിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. നൈസ്. ഇത് വേറെ ഇങ്ങനെ വയ്ക്കും. എന്തെങ്കിലും കൊള്ളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം അടുത്തത്. ഇപ്പം എനിക്ക് ദോശ ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ അവസ്ഥ പറയൂ. ഇതിനുള്ളിലേ ഇരിക്കുന്നു. ഞാൻ അത് ഫുൾ എടുത്ത് കഴിഞ്ഞിട്ടാവും ഞാൻ അറിയാം ഇതിനുള്ളിൽ ഇത്രയും സാധനം ഉണ്ടായിരുന്നു. ഇനി വയസ്സ് ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇത് വലിച്ചു നീട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.
സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.